വരൂ പിടിക്കൂ കൈകൾ വേഗം നമുക്ക് സൃഷ്ടിക്കാം. നന്മയിൽ നമ്മെ വഴി നടത്തും നേരിൻ വാഹകരെ, അറിവ് മറച്ച് പൗരോഹിത്യം ചൂഷകരാകുമ്പോൾ സത്യമതത്തിൻ വെളിച്ചമേ. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين. أحييكم وبالأشواق ناديكم فأغلى وردنا أنتم فكل الورد نهديكم. أحييكم وبالأشواق ناديكم فأغلى وردنا أنتم وكل الورد نهديكم. عصافير من الخل تغرد بين أهليكم جوارحنا لكم سرر ومن دمنا نغاتيكم. عصافير من الخل تغرد بين أهليكم جوارحنا لكم سرر ومن دمنا نغاتيكم. جوانحنا لكم سرر ومن دمنا نغاتيكم. أحييكم وبالأشواق ناتيكم فأغلى وردنا أنتم وكل الورد نهديكم. ألا ما أجمل اللقيا وما أحلى تلاقيكم. بكم ضاءت محافلنا وعم النور ناديكم. ألا ما أجمل اللقيا وما لا تلاقيكم. بكم ضاءت محافلنا وعم النور ناديكم. بكم ضاءت محافلنا وعم النور ناديكم. أحييكم وبالأشواق ناديكم فأغلى وردنا أنتم وكل الورد نهديكم. ആറടി മണ്ണ് കുഴിച്ചൊരു കബറുണ്ടാക്കി റൂഹ് വിട്ടു പിരിഞ്ഞാനിന്നയെടുത്ത കബറിൽ താഴ്ത്തി. 7 അടി കുണ്ടും കല്ലും വെച്ച കബറും മൂടി. പിന്നെ ഉറ്റവരും പിന്നെ പെറ്റവരെല്ലാം വിട്ടു പിരിഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തലയിലും കാലിലും മരയിലും മൂന്നും കെട്ടും കെട്ടി നിന്നെ താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്നവിടേക്കാണ്. അറിയുന്നുണ്ടോ തടിയേ നിന്നുടെ ഗതിയെന്തെന്ന്. ഇരുളാൽ മുറ്റിയ ഖബറിൽ നിന്റെ ശരീരം വെക്കും മുൻപ് മലകുൽ മൗത്ത് ഇസ്രായേൽ വരുമെന്നോർക്കാനില്ല.
ചിന്തിക്കാനും മനുഷ്യനൊരൽപസമയവുമില്ല. സകറാത്തിൻ സമയത്തൊരു തുള്ളി കുടിനീരില്ല. സർവ രക്ഷകനിക്കും ഇസ്സത്തല്ലാതാരുമില്ല. അസ്സലാമു അലൈക്കും. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഹുസ്ർ ഇല്ലല്ലസീന ആമനൂ വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബ്ർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തുൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ وعلى آله وصحبه أجمعين. أما بعد، خير الكلام كلام الله، وخير هدي هدي محمد صلى الله عليه وسلم، شر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه. ബഹുമാന്യ ഉസ്താദന്മാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബലിപെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ദമാം ICC മദ്രസയുടെ ഈ പരിപാടിയിൽ നിങ്ങളോട് സംസാരിക്കുവാൻ അവസരം നൽകിയ അള്ളാഹുവെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ദുൽഹജ്ജ് 9 അറഫയിൽ ഹാജിമാർ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് വരാനിരിക്കുന്ന ഒരു ദിനത്തെ അറിയിപ്പിച്ചു തരുന്നു. അതാണ് മഹ്ശറ അഥവാ യൗമുൽ ഹശർ. അള്ളാഹു പറയുന്നു, അവൻ അവന്റെ കാര്യം മാത്രം നോക്കുന്നു. യൗമ യഫറുൽ മർഉ മിൻ അഖീഹി, അവന്റെ സ്വന്തം കൂടപ്പിറപ്പിനെ വിട്ടോടുന്ന ദിവസം. വ ഉമ്മിഹി വ അബീഹി, അവന്റെ സ്വന്തം മാതാപിതാക്കളെ വിട്ടോടുന്ന ദിവസം. വ സാഹിബതിഹി വ ബനീഹി, അവന്റെ ഭാര്യ മക്കളെ വിട്ടോടുന്ന ദിവസം. അള്ളാഹു വീണ്ടും പറയുന്നു, യൗമ തുബ്ലസ് സറായിർ, രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന ദിവസം. അള്ളാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ദിവസത്തിനെ സൂക്ഷിക്കണമെന്ന്. സൂറത്തുൽ ബഖറയിൽ 280-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അവൻ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിനത്തെ സൂക്ഷിച്ചു കൊള്ളുക. അവൻ പ്രവർത്തിച്ചതിന്റെ ഫലം അവനിക്ക് പൂർണ്ണമായി നൽകപ്പെടും. അതിന് ഒട്ടും അനീതി കാണിക്കുകയില്ല. അള്ളാഹു നമ്മുടെ ഹിസാബ് എളുപ്പമാക്കി തരട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തുൻ വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع ماله وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. بسم الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين.
ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, സഹപാഠികളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇസ്ലാം നീതിയുടെയും സമത്വത്തിൻ്റെയും മതം എന്നതിന് ഉദാഹരണമായി ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നടന്ന ഒരു കഥയാണ്. ജബലത്ത് ഇബ്നുൽ അയ്ഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ബനു ഗസാനിലെ രാജാവായിരുന്നു. മുസ്ലിം ആയതിനു ശേഷം മക്കയിൽ വന്ന് ഹജ്ജ് നിർവഹിക്കാൻ അയാൾ തീരുമാനിച്ചു. ആരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രകൃതക്കാരനായിരുന്നില്ല ജബലത്ത്. അഹങ്കാരത്തോടെ വസ്ത്രം ധരിക്കുകയും ധിക്കാരികളെ പോലെ നടക്കുകയും ചെയ്തു അയാൾ. അള്ളാഹുവിൻ്റെ ഭവനമായ കഅബയിലെത്തിയപ്പോൾ മറ്റു ഹാജിമാരെ പോലെ വേഗം നടക്കുകയും കഅബ തവാഫ് ചെയ്യുകയും തൽബിയത്ത് ഉരുവിടുകയും ചെയ്തു. ധൃതിയിൽ കഅബ പ്രദക്ഷിണം ചെയ്യുന്നതിനിടയിൽ തൻ്റെ ചുവലിൽ നീണ്ടുകിടന്നിരുന്ന ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ ഒരു ഹാജി ചവിട്ടുകയും അത് നിലത്ത് വീഴുകയും ചെയ്തു. ഹാജിന് ദുഃഖം തോന്നി അയാൾ മാപ്പ് ചോദിച്ചു. പക്ഷേ ജബലത്ത് ക്ഷമിക്കാൻ തയ്യാറായില്ല. ക്ഷുഭിതനായ അയാളുടെ ശബ്ദം ഉയർന്നു. ഞാനൊരു രാജാവാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? എൻ്റെ ഇഹ്റാം വസ്ത്രത്തിൽ ചവിട്ടാൻ മാത്രം നീ ധിക്കാരം കാണിക്കുന്നു. ജബലയുടെ കരുത്തുറ്റ കൈകൊണ്ട് ഹാജിൻ്റെ മുഖത്ത് പ്രഹരിച്ചപ്പോൾ മാത്രമേ അയാളുടെ കോപത്തിന് ശമനമുണ്ടായത്. അവർക്കിടയിൽ നീതിയുക്തവും സത്യസന്ധവുമായ വിധി കൽപ്പിക്കാൻ വേണ്ടി അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാക്കി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ ജബൽ, താങ്കൾ എന്തിനാണ് ഇയാളുടെ മുഖത്ത് അടിച്ചത്? ജബലത്ത് പറഞ്ഞു, ഇയാൾ എൻ്റെ ഇഹ്റാം വസ്ത്രത്തിൽ ചവിട്ടി. ഹാജി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇദ്ദേഹത്തിൻ്റെ ഇഹ്റാം വസ്ത്രം വളരെ നീണ്ടതായിരുന്നു, ശക്തമായ തിരക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അറിയാതെ ചവിട്ടിയതാണ്, ഒരിക്കലും മനഃപൂർവ്വമായിരുന്നില്ല. മാത്രമല്ല, ഞാൻ ചെയ്ത വീഴ്ചക്ക് മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ ജബൽ, താങ്കൾ അഹങ്കാരിയും അല്പനുമാണ്. അഹങ്കാരികളും അല്പന്മാരും മാത്രമേ നീണ്ട രണ്ടാം മുണ്ട് ധരിക്കുകയുള്ളൂ. ഇസ്ലാം നീതിയും സമത്വവും ദർശിക്കുന്നു. പണക്കാരനും പണിക്കാരനും നേതാവും അനുയായികളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അവകാശം നിങ്ങൾ നിർവഹിച്ചു കൊടുക്കണം. താങ്കൾ ഇയാളുടെ മുഖത്തടിച്ചതുപോലെ ഇയാൾ തിരിച്ചും നിങ്ങളുടെ മുഖത്തടിക്കും. ജബല തട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു രാജാവ് ആണ്, ഇയാളോ ഒരു പരമദരിദ്രനും. ഹാജി പറഞ്ഞു, ഇസ്ലാം എത്ര നല്ല മതം. ഉമർ റളിയല്ലാഹു അൻഹു നീതി നടപ്പാക്കുമെന്ന് ഉറപ്പിച്ചപ്പോൾ ജബലത്ത് പറഞ്ഞു, നാളെ വരെ സമയം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്ന് രാത്രി ഒരു വിദൂരമായ ഒരു രാജ്യത്തേക്ക് ജബലത്ത് ഒളിച്ചോടി. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين
وكيل ثم لتسألن يومئذ عن النعيم. السلام عليكم. السلام عليكم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കരയ്ക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. തടുത്ത സിക്കൂ മരത്തിന്റെ കനികളും ജറാതെന്ന കിളികളും ചുടുകാറ്റിനൊലികളും ഇടയ്ക്കിടയ്ക്ക് കച്ചവട സംഘങ്ങൾ പോകുന്ന പാതകളും. പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയതിവിടം, പരിപൂർണ റസൂലുള്ള പിറന്നതും ഇവിടം, നിസാമിക്ക് കവിതകൾ ഉറവിട്ടതിവിടം, മസ്നവിക്കുറവായ അറബി കെട്ടിവിടം. തടുത്ത സിക്കൂ മരത്തിന്റെ കനികളും ജറാതെന്ന കിളികളും ചുടുകാറ്റിനൊലികളും ഇടയ്ക്കിടയ്ക്ക് കച്ചവട സംഘങ്ങൾ പോകുന്ന പാതകളും. ഉലകങ്ങൾക്കകിലവും വഴി വിളക്കിവിടം, ഉടമയും അടിമയും നിരോധിച്ചതിവിടം, പല പല നബി മക്കൾ പിറന്നതും ഇവിടം, പകലൊളി വെളിച്ചമായി തിളങ്ങുന്നതിവിടം. തടുത്ത സിക്കൂ മരത്തിന്റെ കനികളും ജറാതെന്ന കിളികളും ചുടുകാറ്റിനൊലികളും ഇടങ്ങിയിടയ്ക്ക് കച്ചവട സംഘങ്ങൾ പോകുന്ന പാതകളും. ഒരു വാക്യം ഷഹാദത്ത് തളിർത്തതിവിടം, ഒളിചന്ദ്രകലയുള്ള കൊടിപാറും ഇവിടം, കറുത്തവൻ വെളുത്തവൻ വിപനമല്ലിവിടം, കലയുടെ സീതാരങ്ങൻ മുഴങ്ങിയതിവിടം. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കരയ്ക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിട വീട്ടുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. തടുത്ത സിക്കൂ മരത്തിന്റെ കനികളും ജറാതെന്ന കിനികളും ചുടുകാറ്റിനൊലികളും ഇടയ്ക്കിടയ്ക്ക് കച്ചവട സംഘങ്ങൾ പോകുന്ന പാതകളും. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر. السلام عليكم. والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. السلام عليكم ورحمة الله وبركاته. عن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم أول ما يحاسبه به العبد يوم القيامة الصلاة فإن صلحنا صلح سائر عمله فإن فسدت فسوى سائر عمله
അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കേട്ടു, അന്ത്യനാളിൽ ദൈവദാസൻ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ പറ്റിയായിരിക്കും. നമസ്കാരം അത് മോശമാണെങ്കിൽ മറ്റെല്ലാ കർമ്മങ്ങളും മോശമായിരിക്കും. നമസ്കാരം ശരിയാണെങ്കിൽ മറ്റെല്ലാ കർമ്മങ്ങളും ശരി തന്നെ ആയിരിക്കും. ദീനിലെ സർവ്വപ്രധാനമായ കർമ്മമാണ് നമസ്കാരം. ദീനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മമാകുന്നു നമസ്കാരം. ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് ആദ്യം ഉണ്ടാകേണ്ട ഒരേ ഒരു സൽക്കർമ്മം അത് നമസ്കാരമാകുന്നു. മറ്റെല്ലാ കർമ്മങ്ങളും ഉണ്ടാകേണ്ടത് അതിനുശേഷമാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിരിക്കുന്നു. ജനങ്ങൾക്ക് അവരുടെ ദീനിൽ പ്രഥമമായി ഉണ്ടാകേണ്ട നിർബന്ധമായ ഒരു കർമ്മമാണ് നമസ്കാരം. അവസാനം വരെ ജീവിതത്തിന്റെ ബാക്കിയാവുന്ന ഒരേ ഒരു കർമ്മം അതും നമസ്കാരമാകുന്നു. ഹദ്റത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിച്ചത് ഇപ്രകാരം: റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി ربنا وتقبل دعاء. എന്റെ രക്ഷിതാവേ, എന്നെ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവനാക്കി തീർക്കണമേ. എൻ്റെ മക്കളിൽ അങ്ങനത്തെ ഒരു സമൂഹത്തെ നീ നൽകണമേ. ഞങ്ങളുടെ നാഥ, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിച്ചാലും. സൂറത്തുൽ ഇബ്രാഹിം 40-ാം ആയത്ത്. സ്വസമൂഹത്തോടും അവരോട് കൽപ്പിക്കാൻ വേണ്ടി അള്ളാഹു മൂസ അലൈഹിസ്സലാമിനോടും ഹാറൂണിനോടും പറഞ്ഞത് ഇപ്രകാരമാകുന്നു: تبوأ لقومكما بمصر بيوتكم قبلة وأقيموا الصلاة وبشر المؤمنين. മൂസ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും ഹാറൂണിനോടും പറഞ്ഞു, നിങ്ങളുടെ ജനതയ്ക്ക് നിങ്ങളുടെ രാജ്യത്ത് എല്ലാ വീടുകളിലും സുഖ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും ഖിബ്ല നിശ്ചയിക്കാനും മുറപ്രകാരം അവിടെ നമസ്കാരം നിർവഹിക്കാനും പറഞ്ഞു. സൂറത്തുൽ യൂനുസ് 87-ാം ആയത്ത്. ഈസ അലൈഹിസ്സലാം തൊട്ടിലിൽ വെച്ച് നടത്തിയ സംസാരം ഖുർആൻ ഉദ്ധരിച്ചത് ഇപ്രകാരമാണ്: وَجَعَلْنِي مُبَارَكًا أَيْنَمَا كُنْتَ وَأَوْصِنِي بِالصَّلَاةِ وَزَكَوَاتِ مَا دُمْتُ حَيًّا. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, എന്നോട് ഞാൻ ജീവിച്ചിരുന്ന കാലം അത്രയും നമസ്കാരവും സക്കാത്തും കൊടുക്കാനാണ് അള്ളാഹ് എന്നോട് കൽപ്പിച്ചിരുന്നത്. സൂറത്തുൽ മറിയം 31-ാം ആയത്ത്. ഒരിക്കൽ ഒരു സ്വഹാബി പ്രവാചകനോട് ചോദിച്ചു, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമേത്? നബി പറഞ്ഞു, നമസ്കാരം. അദ്ദേഹം ചോദിച്ചു, പിന്നെ ഏറ്റവും കൂടി ശ്രേഷ്ഠമായ കർമ്മമേത്? അതും നമസ്കാരമാകുന്നു. അതിനുശേഷവും ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമേത്? നബി പറഞ്ഞു, നമസ്കാരം. നാലാമതും അദ്ദേഹം ചോദിച്ചു, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമേത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദൈവമാർഗത്തിലെ ധർമ്മസമരമാകുന്നു. ദീനിൽ ഇത്രയധികം പ്രാധാന്യമുള്ള ഗൗരവമുള്ള നമസ്കാരം ഒരു കാരണവശാലും ഉപേക്ഷിക്കപ്പെടരുതെന്നും നിഷ്ഠയോടെ പാലിക്കണമെന്ന് നബി നമ്മോട് പഠിപ്പിച്ചിരുന്നു. അതിനാൽ ഒരു നമസ്കാരവും നാം ഉപേക്ഷിക്കപ്പെടാതെ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر والرجس فاهجر ولا تمنن تستكثر ولربك فاصبر فإذا نكر في الناقور فذلك يومئذ يوم عسير على الكافرين غير يسير. السلام عليكم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു തആലയിൽ
തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം എല്ലാവരോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം മരണമാണ്. മരണം ആസ്വദിച്ചറിയപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് നുകരാതെ രുചിക്കാത്തവരായി ആരുമില്ല. കൈപ്പേറിയതായിട്ടും ഭരണാധികാരിയും ഭരണാനീയനും പണക്കാരനും യാചകനും തൊഴിലാളിയും മുതലാളിയും കുബേരനും കുശേലനും പുണ്യാളനും പാപിയും മരണത്തെ ഒരുപോലെ ആസ്വദിക്കുകയും രുചിക്കുകയും ചെയ്യുന്നു. ദുർബലന്റെ അശക്തതയോ ശക്തിമാന്റെ ശാരീരിക ബലമോ മരണത്തിൽ നിന്ന് മറയാവുകയില്ല. ആളെത്ര ഊക്കേറിയവനായാലും മരണദൂതൻ വന്ന് കവാടം മുട്ടിയാൽ മരണത്തിന് കീഴെ തൂങ്ങിയേ മതിയാവൂ. നാനാതരം മനുഷ്യജാതികളും വർഗങ്ങളും ഭൗതിക ലോകത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട്. അവർക്കെല്ലാം എന്തു പറ്റി? അവരെല്ലാം എവിടെ പോയി? ഹൽ തുഹിസ്സു മിൻഹും മിൻ അഹദിൻ ഔ തസ്മഉ ലഹു റിഖ്സ. അവരിൽ നിന്ന് നീ ആരെങ്കിലും നീ കാണുന്നുണ്ടോ? അഥവാ അവരുടെ നേരെ ശബ്ദമെങ്കിലും നീ കേൾക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ മറിയം 97-ാമയത്താണിത്. നാമും അവരുടെ വഴിയിലാണ്. നമുക്കും മരണവേളയും മയ്യത്ത് കട്ടിലുമുണ്ട്. മരണാസന്നനായവന്റെ നിസ്സായാവസ്ഥ നമുക്കും വരാനുണ്ട്. കണ്ണുകൾ നിറയും, കൈക്കാലുകൾ കൂട്ടിവരുമും ശബ്ദങ്ങളിൽ ഇടരും. മലക്കുൽ മൗത്തിനെ സ്വീകരിക്കും. ഉറ്റവരെയും ഉടയവരെയും കേവലം നോക്കുകുത്തികളാക്കി മരണം നമ്മെ റാഞ്ചിയെടുക്കും. അതെ, സൃഷ്ടികളിൽ ഉള്ളതിനെല്ലാം ജീവനുള്ളതിനെല്ലാം മരണം ഉറപ്പാണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വഴികളേതുമില്ല. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്. ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. മരണത്തിൽ നിന്ന് വല്ലവനും രക്ഷപ്പെടുന്നതായിരുന്നെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇഷ്ടദാസനും ശ്രേഷ്ഠനുമായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെടുമായിരുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇന്നക മയ്യത്തുൻ വ ഇന്നൽ മയ്യത്തൂൻ. തീർച്ചയായും നീ മരിക്കുന്നവനാകുന്നു, അവരും മരിക്കുന്നവനാകുന്നു. അതെ, മരണം ജിന്നിനും ഇൻസിനും അനിവാര്യമാണ്. ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം, അല്ലാഹുവിന്റെ റസൂൽ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു, അഊസു ബിഇസ്സതികല്ലസീ ലാ ഇലാഹ ഇല്ലാ അൻതല്ലസീ ലാ യമൂതു വൽ ജിന്നു വൽ ഇൻസു ലാ യമൂതൂൻ. അല്ലാഹുവേ, നീയല്ലാതെ യഥാർത്ഥ ആരാധനയായി മറ്റാരുമില്ല. നിന്റെ പ്രതാപത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. നീ മരണമില്ലാത്തവനാണ്, ജിന്നിനും മനുഷ്യനും മരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാ ആപത്തിൽ നിന്നും കാക്കുമാറാകട്ടെ. അവൻ നമ്മെ സൽപ്രവൃത്തികൾ സഹായിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ തെറ്റുകൾ പൊറുക്കുമാറാകട്ടെ. അവൻ കുറ്റങ്ങളെ മാപ്പാക്കട്ടെ. എല്ലാ നന്മകളിലേക്കും അവൻ നമുക്ക് ഉദവി നൽകുമാറാകട്ടെ. പുണ്യങ്ങളിൽ നമ്മെ വളർത്തുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. عن أبي هريرة عن أبي عبد الله بن عمر رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول بني الإسلام على خمس شهادة أن لا إله إلا الله وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة والحج وصوم رمضان. متفق عليه. عن أبي هريرة عن النبي صلى الله عليه وسلم قال لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. ആകാശം നീലെ നിറച്ചതാരേ, അവനാണ് നമ്മുടെ രക്ഷിതാവ്. പയത്തിൻ മതിരം കൊടുത്തതാരേ, അവനാണ് നമ്മുടെ രക്ഷിതാവ്. ഉള്ളിന്റെ ചായം കൊടുത്തതാരേ, അവനാണ് നമ്മുടെ രക്ഷിതാവ്. ആകാശം നീലെ നിറച്ചതാരേ, അവനാണ് നമ്മുടെ രക്ഷിതാവ്. പയത്തിന്റെ മതിരം കൊടുത്തതാരേ,
നമ്മുടെ രക്ഷിതാവ്. പൂവിന്റെ ചായം കൊടുത്തതാര്? അവനാണ് നമ്മുടെ രക്ഷിതാവ്. ആകാശം നീരെ നിറച്ചതാര്? അവനാണ് നമ്മുടെ രക്ഷിതാവ്. പഴത്തിൻ മധുരം കൊടുത്തതാര്? അവനാണ് നമ്മുടെ രക്ഷിതാവ്. പൂവിന്റെ ചായം കൊടുത്തതാര്? അവനാണ് നമ്മുടെ രക്ഷിതാവ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله ثاء نحوا. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله. അസ്സലാമു അലൈക്കും. അനുഗ്രഹിക്കപ്പെട്ട സദസ്സാണിത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒത്തിരിയുള്ള കുഞ്ഞുകിടാങ്ങളുള്ള ഒരു സദസ്സാണിത്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടിയിൽ ഞാനിവിടെ പങ്കെടുക്കുന്നത്. ഒരുപാട് നാളത്തിന് ശേഷമുള്ള ഒരു പരിപാടിയാണ്. ചരിത്രത്തിലെ ചെറിയൊരു സംഭവം പറയുകയാണ്. ആദ്യം ഒരു ചോദ്യത്തിൽ തന്നെ തുടങ്ങാം നമ്മുടെ കുട്ടികളോട്. നമ്മുടെ രണ്ടാമത്തെ ഖലീഫയുടെ പേര് പറയോ കുട്ടികൾ? ഉസ്മാനോ? രണ്ടാമത്തെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചെറിയൊരു ചരിത്ര സംഭവം. അതിൽ നമുക്ക് വലിയവർക്കും കുട്ടികൾക്കും പാഠമുണ്ട്. അസ്സലാമു അലൈക്കും. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറി ഖൈറും മിൻ അൽഫി ശഹർ. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംറിൻ. സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. അസ്സലാമു അലൈക്കും. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. മന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത്. വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താൻ നിന്റെ ചാരത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. പകലിൽ നീലണിയൊരു പന്തിനൊപ്പം പായുന്നു. പകലോലസ്തമിച്ചാൽ പോലും നീ അത് തുടരുന്നു. പകലിൽ നീലണിയൊരു പന്തിനൊപ്പം പായുന്നു. പകലോലസ്തമിച്ചാൽ പോലും നീ അത് തുടരുന്നു. നമസ്കാരം ഒഴിവാകുന്നത് നീ മറന്നിടുന്നു. നരകം തന്നിലേക്ക് താനെ വഴി തുറന്നിടുന്നു. നമസ്കാരം ഒഴിവാകുന്നത് നീ മറന്നിടുന്നു. നരകം തന്നിലേക്ക് താനെ വഴി തുറന്നിടുന്നു. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. വീട്ടിൻ മുറിയിലുണ്ട് ഹരം പകരുന്നൊരു പെട്ടി. വിഷമയമാക്കുമതു നിൻ ജീവിതമറിയൂ കുട്ടി. വീട്ടിൻ മുറിയിലുണ്ട് ഹരം പകരുന്നൊരു പെട്ടി. വിഷമയമാക്കുമതു നിൻ ജീവിതമറിയൂ കുട്ടി. ദിനരാത്രം മുഴുവൻ
ആണും പെണ്ണും അതിൻ ചുവട്ടിൽ ഒന്നിനും കൊള്ളാത്തൊരു കൂട്ടം വളരുന്നീ നാട്ടിൽ. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. അല്ല പറഞ്ഞിടാത്ത മാർഗം നയിക്കുന്നോർക്ക് അവനിൽ നിന്നു വരും ശിക്ഷയറിഞ്ഞോ ശരിക്ക്? അല്ല പറഞ്ഞിടാത്ത മാർഗം നയിക്കുന്നോർക്ക് അവനിൽ നിന്നു വരും ശിക്ഷയറിഞ്ഞോ ശരിക്ക്? മറക്കാതെ മനസ്സിൽ ഈമാൻ കൊണ്ട് നീ നിറക്ക്. മരണം പുൽകും മുമ്പ് റബ്ബിനോട് ദുആ ഇരക്ക്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. മന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത്. വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താൻ നിന്റെ ചാരത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. السلام عليكم. السلام عليكم. الله أهديا ആരാധ്യനേ, ചൊല്ലിടാം ഞാൻ നിൻ മദ്ഹുകൾ. രാഹിമും നീ രാജിക്കും നീ, പാടുന്നിതാ ഞാൻ അപദാനങ്ങൾ. അല്ലാ അഹദേയ ആരാധ്യനേ, ചൊല്ലിടാം ഞാൻ നിൻ മദ്ഹുകൾ. രാഹിമും നീ രാജിക്കും നീ, പാടുന്നിതാ ഞാൻ അപദാനങ്ങൾ. കടലിലും കരയിലും വിണ്ണിൽ കതിരിടും നിൻ കനവ്. കാണുന്നു നിന്നെ എൻ കണ്ണിൽ, കരളിനുള്ളിൽ കതറ്. ആയിരം നാവിനാൽ വാഴ്ത്തിയാലും തിരുല നിൻ പൊലിവ്. ആയിരം പുറങ്ങളിൽ രാപ്പകൽ രചിച്ചാലും തിരുല നിൻ പോരിശകൾ. അല്ലാ അഹദേയ ആരാധ്യനേ, ചൊല്ലിടാം ഞാൻ നിൻ മദ്ഹുകൾ. രാഹിമും നീ രാജിക്കും നീ, പാടുന്നിതാ ഞാൻ അപദാനങ്ങൾ. അല്ലാ അഹദേയ ആരാധ്യനേ. ഫജ്റിന്റെ തുടിപ്പിലും കാണാം പരനെ നിൻ കരവിരുത്. മഗ്രിബിൻ കവിളിലും കാണാം മായാത്ത നിനവ്.
വാനിൽ വിധാനിച്ച താരകപ്പൂക്കൾ വലിയവനെ നിൻ തെളിവ്. അല്ലാഹ് അഹദേയ ആരാധ്യനേ, ചൊല്ലിടാം ഞാൻ നിൻ മദ്ഹുകൾ. റാഹിമും നീ റാസിക്കും നീ, പാടുന്നിതാ ഞാൻ അപദാനങ്ങൾ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമah ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر ينبأ الإنسان يومئذ بما قدم وأخر بل الإنسان على نفسه بصيرة ولو ألقى معاذيره لا تحرك به لسانك لتعجل به إن علينا جمعه وقرآنه فإذا قرأناه فاتبع قرآنه ثم إن علينا بيانه. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يشاء ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون حياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. അസ്സലാമു അലൈക്കും. മറക്കല്ലേ
മറക്കല്ലേ നിങ്ങൾ 5 നേര നമസ്കാരം. മടിക്കല്ലേ നിങ്ങൾ നാഥന്റെ മുമ്പിലെ സാഷ്ടാംഗം. മറക്കല്ലേ നിങ്ങൾ 5 നേര നമസ്കാരം. മടിക്കല്ലേ നിങ്ങൾ നാഥന്റെ മുമ്പിലെ സാഷ്ടാംഗം. പള്ളി മിനാരങ്ങൾ മാടി വിളിക്കുമ്പോൾ നടിക്കല്ലേ കേൾക്കാത്തൊരു ഭാഗം. മറക്കല്ലേ നിങ്ങൾ 5 നേര നമസ്കാരം. മടിക്കല്ലേ നിങ്ങൾ നാഥന്റെ മുമ്പിലെ സാഷ്ടാംഗം. പരലോക നാളിൽ പിടികൂടും നമ്മെ നിസ്കാരം വെടിഞ്ഞാലോർത്തോളൂ. പതിവായി ചെയ്യും പാപങ്ങൾക്കെല്ലാം പരിഹാരമാണതറിഞ്ഞോളൂ. നമ്മെ പടച്ചൊരു നാഥനോടുള്ള സംസാരമാണതറിഞ്ഞോളൂ. മറക്കല്ലേ നിങ്ങൾ 5 നേര നമസ്കാരം. മടിക്കല്ലേ നിങ്ങൾ നാഥന്റെ മുമ്പിലെ സാഷ്ടാംഗം. ഇസ്ലാമിൻ തൂണായി തിരുദൂതരരുളിയ പരിശുദ്ധമായൊരു അമലാണ് മുസൽമാനായി നാമം മൊഴിഞ്ഞുള്ളവർക്കെല്ലാം നിർബന്ധമായ ഇബാദത്ത്. മുസ്ലിമും കാഫിറും തമ്മിലുള്ളൊരു അന്തരമാണതറിഞ്ഞോളൂ. മറക്കല്ലേ നിങ്ങൾ 5 നേര നമസ്കാരം. മടിക്കല്ലേ നിങ്ങൾ നാഥന്റെ മുമ്പിലെ സാഷ്ടാംഗം. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الله الذي لا إله إلا هو العالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. سبحان الله عما يشركون. هو الله الخالق البارئ المصور. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. അസ്സലാമു അലൈക്കും. ഭൂമിയെ തൊട്ടിലാക്കി മാനത്തെ പന്തലാക്കി. ഭൂമിയെ തൊട്ടിലാക്കി മാനത്തെ പന്തലാക്കി. മാനത്തെ പന്തലിൽ അമ്പിളി എന്നൊരു കുഞ്ഞി വിളക്ക് തൂക്കി. മാനത്തെ പന്തലിൽ അമ്പിളി എന്നൊരു കുഞ്ഞി വിളക്ക് തൂക്കി. കാരുണ്യവാനല്ല അല്ലാഹ്, കാരുണ്യവാനല്ല സുബ്ഹാനല്ലാഹ്. രാപ്പകൽ വിരിക്കും മേഘലാളല്ലാഹു. ജീവികൾക്കഹാരങ്ങൾ നൽകുന്നവനല്ലാഹു. ജീവികൾക്കഹാരങ്ങൾ നൽകുന്നവനല്ലാഹു. നന്മ തന്നിറകുടമേ കാരുണ്യസാഗരമേ. നന്മ തന്നിറകുടമേ കാരുണ്യസാഗരമേ. പ്രാർത്ഥനകൾക്കുത്തരമേക നീ മാത്രം റഹ്മാൻ, നീ മാത്രം
ഭൂമിയെ തൊട്ടിലാക്കി ഈ മാനത്തെ പന്തലാക്കി ഭൂമിയെ തൊട്ടിലാക്കി ഈ മാനത്തെ പന്തലാക്കി മാനത്തെ പന്തലിൽ അമ്പിളി എന്നൊരു കുഞ്ഞു വിളക്ക് തൂക്കി കാരുണ്യവാനല്ല അല്ലാഹ് കാരുണ്യവാനല്ല സുബ്ഹാനല്ലാഹ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് الصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم إياك نعبد وإياك نستعين ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സന്തോഷവേളയിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം തന്ന അല്ലാഹുവിന് സർവസ്തുതി. അൽഹംദുലില്ലാഹ്. ലോകത്ത് അയക്കപ്പെട്ട പ്രവാചകന്മാർ മുഴുവനും അവരുടെ സമുദായത്തോട് കൽപ്പിച്ച പ്രധാന വിഷയമാണ് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അഥവാ തൗഹീദ്. തൗഹീദ് 3 ഇനങ്ങളുണ്ട്. തൗഹീദ് റുബൂബിയ, തൗഹീദ് ഉലൂഹിയ, തൗഹീദ് അസ്മാ സിഫാത്ത്. അവകൾ കൃത്യമായി പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ മാത്രമാണ് നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ. ആരാധനയിൽ അല്ലാഹു അല്ലാതെ മറ്റൊന്നിനെയും പങ്കു ചേർക്കരുത്. അതാണ് നാം സൂറത്തുൽ ഫാത്തിഹയിൽ ആവർത്തിച്ചു പറയുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. അല്ലാഹു നമ്മളെ സ്വർഗത്തിലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.